Hi dears, welcome back to Mayflower. Today we are discussing the poem Sleepless I Kept the Night's Vigil by Al-Khansa. Al-Khansa was the famous Arabic poet of the 7th century. 7ാം നൂറ്റാണ്ടിലെ പ്രശസ്ത അറബിയൻ റൈറ്ററായ അൽ ഖൻസയുടെ സ്ലീപ്ലെസ് ഐ കെപ്റ്റ് ദ നൈറ്റ്സ് വിജിൽ എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഷി വാസ് എ ട്രൈബ്സ് വുമൻ and was a great influential poet of the pre-Islamic and early Islamic period. വളരെ ശ്രേഷ്ഠയായ ഒരു എഴുത്തുകാരിയാണ്. അതേപോലെ തന്നെ ഇസ്ലാമിക് റിലിജിയൻ വരുന്നതിന് മുൻപ് അതേപോലെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിലും വളരെ ശ്രേഷ്ഠയായ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു അൽ ഖൻസ. Her life turned to be a tragic one when she lost her father and brothers in a tribal conflict. വളരെ സമ്പന്നയായ ഒരു കുടുംബത്തിൽ ജനിച്ച അൽ ഖൻസ അവരുടെ ജീവിതം പിന്നീട് ട്രാജിക്കായി മാറുന്നു, ദുരന്തപരമായി മാറുന്നു. കാരണം ഒരു ട്രൈബൽ വാറിൽ അവരുടെ പിതാവിനെയും 2 സഹോദരങ്ങളെയും നഷ്ടപ്പെടുന്നു. അതോടുകൂടി അവരുടെ ജീവിതം ഒരു ട്രാജിക് വണ്ണായി മാറുന്നു. And we can see the varying emotions that captures the anguish, love and the resilience of the poet. ഈ കവിതയിൽ കവിയുടെ ആ ഒരു ആകാംക്ഷയും സങ്കടങ്ങളും ആ ഒരു പ്രതിസന്ധികളൊക്കെ നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. ദ പോം ഈസ് എൻ എലിജി ടു ഹർ ബ്രദർ സാക്കീർ. ഈ ഒരു കവിത ഒരു എലിജിയാണ്. എലിജി മീൻസ് ഇറ്റ്സ് എ മോർണിംഗ് പോം. ദ പോം ലമന്റിങ് ദ ഡെത്ത് ഓഫ് സംവൺ, അല്ലെങ്കിൽ ആ ഒരു മരണത്തിന് തുല്യമായ ജീവിതത്തെക്കുറിച്ച് വിലപിക്കുന്ന ഒരു കവിതയാണ് ഇവിടെ. സാക്കിർ എന്ന സഹോദരന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. ആൻഡ് ദി സ്പീക്കർ ഇൻ ദ പോം ഈസ് ദ പോട്ട് ഹെർസെൽഫ്. ഈ കവിതയിലെ സ്പീക്കർ കവി തന്നെയാണ്. ദ ടൈറ്റിൽ ഓഫ് ദ പോം സ്ലീപ്ലെസ് ഐ കെപ്റ്റ് ദ നൈറ്റ്സ് വിജിൽ സജസ്റ്റ് ദാറ്റ് ദ സ്പീക്കർ എക്സ്പീരിയൻസസ് സ്ലീപ്ലെസ്നെസ് റിമൈനിങ് അവേക്ക് ത്രൂ ഔട്ട് ദ നൈറ്റ്. ഈ കവിതയുടെ ടൈറ്റിൽ സ്ലീപ്ലെസ് ഐ കെപ്റ്റ് ദ നൈറ്റ്സ് വിജിൽ എന്നാണ്. അതായത് ഷീ ഈസ് അവേക്ക് ത്രൂ ഔട്ട് ദ നൈറ്റ്, രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് ഈ കവിതയിൽ വിവരിക്കുന്നുണ്ട്. ദ പോം റിവീൽസ് ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. ആ നൈറ്റ്സ് അവേക്ക് എന്നുള്ള ആ കാരണം, അതിനെന്തൊക്കെയാണ് കാരണങ്ങൾ എന്നത് ഇതിൽ വെളിപ്പെടുത്തുന്നു. ദ സ്പീക്കർ എക്സ്പീരിയൻസസ് ഇന്നർ ടർമോയിൽ ആൻഡ് ആങ്സൈറ്റി. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഷീ സഫേഴ്സ് ഫ്രം ഇന്നർ ടർമോയിൽ ആൻഡ് ആങ്സൈറ്റി. ആന്തരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ, സംഘർഷങ്ങൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു പ്രധാന കാരണം അതാണ്. ആൻഡ് ദ പോം ഇസ് ഇൻ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്. ഈ കവിത എഴുതപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലാണ്. ആൻഡ് ദ നൈറ്റ് ഈസ് പേഴ്സോണിഫൈഡ് ആസ് ഇഫ് ഇറ്റ് ഹോൾഡ്സ് സം സീക്രട്ട് ആൻഡ് ദ സ്പീക്കർ ഈസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഇതിലെ നൈറ്റ് എന്നത് ഇറ്റ് ഈസ് പേഴ്സോണിഫൈഡ്. പേഴ്സോണിഫിക്കേഷൻ നമുക്കറിയാം, ആട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് ഓബ്ജക്ട്സ്. ഇവിടെ നൈറ്റ് പേഴ്സോണിഫൈ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ നൈറ്റ് ചില സീക്രട്ടുകൾ അടക്കി വച്ചിരിക്കുന്നു. അതായത് കുറേ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇവിടെ നൈറ്റിനെ കണക്കാക്കിയിരിക്കുന്നത്. ആൻഡ് ദ സ്പീക്കർ ഈസ് വെയിറ്റിംഗ് ഫോർ റിവീലിംഗ് ദാറ്റ് സീക്രട്ട്. ആ ഒരു രഹസ്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്പീക്കർ കാത്തിരിക്കുകയാണ്. The poem is an elegy to her brother Sakir. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, it is an elegy and that is written to her brother Sakir who went to avenge the death of their another brother. നമ്മൾ നേരത്തെ പറഞ്ഞു, in a tribal war they lost their father and 2 brothers. ഒരു ട്രൈബൽ വാറിൽ പിതാവിനെ നഷ്ടപ്പെട്ടു, അതേപോലെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു. അതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് പോയതാണ് സാക്കിർ. ആ സാക്കിറിൻ്റെ ന്യൂസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അവൻ്റെ ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയ, അതിനെ പ്രതികാരം ചെയ്യാൻ പോയ സാക്കിറിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആൻഡ് ഹി ഡിഫീറ്റഡ് ദ എനിമി ട്രൈബ് ആൻഡ് കിൽഡ് ഹിസ് ബ്രദേഴ്സ് മർഡറേഴ്സ് ബട്ട് ഡൈഡ് എ ഇയർ ലേറ്റർ ഫ്രം ദ വൂൺസ് സസ്റ്റെയിൻഡ് ഫ്രം ദ കോൺഫ്ലിക്റ്റ്. അങ്ങനെ ആ ഒരു ട്രൈബൽ അറ്റാക്കിന് പോയ സാക്കിർ അവിടെ വെച്ച് തൻ്റെ സഹോദരങ്ങളെ കൊന്ന ആ ഒരു ട്രൈബൽ വർഗത്തെ പരാജയപ്പെടുത്തുന്നു. പക്ഷേ അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് അവിടുന്ന് സംഭവിച്ച മുറിവുകളാൽ ഈ സാക്കിർ മരണപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ആൻഡ് ദ സ്പീക്കർ
നമ്മൾ നേരത്തെ പറഞ്ഞു ദ സ്പീക്കർ ഇൻ ദ പോം ഇസ് ദ പോയറ്റ് ഹെർസെൽഫ് ആൻഡ് ദ പോയറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ ദ സീക്രട്ട് ഓർ ദ ന്യൂസ് ഫ്രം സാക്കിർ. സ്ലീപ്ലെസ് ഐ കെപ്റ്റ് ദ നൈറ്റ്സ് വിജിൽ ബൈ അൽഖൻസ. സ്ലീപ്ലെസ് ഐ കെപ്റ്റ് ദ നൈറ്റ്സ് വിജിൽ, ഇതിൻ്റെ ടൈറ്റിലും കവിതയുടെ ഫസ്റ്റ് ലൈനും സെയിം ആണ്, ഒന്ന് തന്നെയാണ്. സ്ലീപ്ലെസ് ഐ കെപ്റ്റ് ദ നൈറ്റ്സ് വിജിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് സാധാരണ എപ്പോഴും ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് ദി ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. ഇവിടെ സ്ലീപ്ലെസ് ഐ കെപ്റ്റ് ദ നൈറ്റ്സ് വിജിൽ മീൻസ് ഷീ ഈസ് awakened throughout the night. Eyes cold blackened ruts, and because of this awakening and tiredness, my eyes turned to be blackened or turned to be in black color. എൻ്റെ കണ്ണ് കറുത്ത കളറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റും കറുത്ത നിറമായി, അതായത് രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്നത് കൊണ്ട് അതേപോലെ തന്നെ ആ ഒരു ക്ഷീണം കൊണ്ട് എൻ്റെ കണ്ണിന് ചുറ്റും കറുപ്പുണ്ടായി. ഐ വാച്ച് ദ സ്റ്റാർസ് ബിക്കോസ് ഐ ഹാവ് നോ സ്ലീപ്പ് ഇൻ ദ നൈറ്റ്. രാത്രിയിൽ ഉറക്കമില്ലായിരുന്നു, അതുകൊണ്ട് ഐ വാച്ച് ദ സ്റ്റാർസ്. രാത്രിയിൽ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നക്ഷത്രം എണ്ണിയിരുന്നു. ദോ നോ വാച്ച്മാൻ മീൻസ് ദോ നോബഡി ടു കെയർ ഫോർ മീ. ആരും എനിക്ക് വേണ്ടി ശ്രദ്ധിക്കാനില്ലായിരുന്നു, കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഐ ആം ഇൻ ആങ്സൈറ്റി, ഒരുപാട് ഇന്നർ ടെർമോയിൽ ആൻഡ് ആങ്സൈറ്റി അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ്. സോ നോബഡി ഈസ് ദെയർ ടു കെയർ ഫോർ മീ, സോ ഐ വാച്ച് ദ സ്റ്റാർസ്. മീ റാപ്ഡ് ഇൻ റാഗ്ഡ് റോബ്സ്. റാപ്ഡ് മീൻസ് കവേർഡ് ഇൻ ragged clothes. robe means clothes. ragged clothes means tattered clothes. കീറിപ്പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു she was born in a rich family, but after the death of her father and brothers, her life turned to be a sad one. അവരുടെ ജീവിതം പിന്നീട് ഒരു ദുഃഖമയമായ ഒന്നായി മാറി. റിച്ച് ഫാമിലിയിലായിരുന്നെങ്കിൽ ആ ഒരു ദയനീയമായ അവസ്ഥ, അതോടൊപ്പം തന്നെ ആ ഒരു പുവർ നേച്ചർ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു അണിഞ്ഞൊരുങ്ങാൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥയും ഇവിടെ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ടും ആകാം ഒരു പക്ഷേ മുഷിഞ്ഞ ഡ്രസ്സിനെ കുറിച്ചൊന്നും കോൺഷ്യസ് അല്ല, കാരണം ഷീ ഈസ് സഫറിങ് ഫ്രം ഇന്നർ സ്ട്രഗിൾ ആൻഡ് ആങ്സൈറ്റി, അതുകൊണ്ടും ആകാം. ദെൻ ഫോർ ഐ ഹാഡ് ഹേർഡ് ദ ന്യൂസ്. ഫോർ മീൻസ് ബിക്കോസ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഐ വാസ് റാഗ്ഡ് ഇൻ റാഗ്ഡ് റോബ്സ്. റാഗ്ഡ് റോബ്സ് മീൻസ് അവിടെ നമുക്ക് അലിറ്ററേഷൻ കാണാൻ സാധിക്കും. റാപ്ഡ് ഇൻ റാഗ്ഡ് ഡ്രസ് എന്നുള്ള ആ ഒരു ലൈനിൽ വി ക്യാൻ സി അലിറ്ററേഷൻ. ദെൻ ഫോർ ഐ ഹാഡ് ഹേർഡ് ന്യൂസ് ആൻഡ് നോ ന്യൂസ് ഫോർ ജോയ് വേർഡ് ഓഫ് യു. ഇനി ഐ ഹേർഡ് ദ ന്യൂസ്, ഞാൻ ആ ഒരു ന്യൂസ് കേട്ടു. ആൻഡ് ദാറ്റ് ന്യൂസ് വാസ് നോട്ട് എ ജോയ്ഫുൾ വൺ. എന്തല്ല അത് സന്തോഷം തരുന്ന ഒന്നല്ല, ഇറ്റ് വാസ് എ സാഡ് ന്യൂസ്. എന്താണ് ആ ഒരു സാഡ് ന്യൂസ്? ഹിയർ ഈസ് സാക്കിർ. സാക്കിർ ഇവിടെയുണ്ട്. ആൻഡ് ഹേൾഡ് ഇൻ ടു ദ ഗ്രൗണ്ട്. ഹേൾഡ് ഇൻ ടു ദ ഗ്രൗണ്ട് മീൻസ് ഹി ഈസ് ത്രോൺ ഇൻ ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലേക്ക് അവനെ, ഗ്രൗണ്ട് മീൻസ് ഹിയർ ബാറ്റിൽ ഫീൽഡ്, ആ ഒരു ട്രൈബൽ വാർ നടക്കുന്ന യുദ്ധക്കളത്തിൽ അവൻ കിടപ്പുണ്ട്. ആൻഡ് സ്കേർട്ടഡ് ബൈ സ്റ്റോൺസ്. സ്കേർട്ടഡ് മീൻസ് ഹി ഈസ് കവേർഡ് ബൈ സ്റ്റോൺസ്. അവൻ്റെ ചുറ്റും കല്ലുകൾ, അതായത് കല്ലെറിഞ്ഞിട്ടും അങ്ങനെയുള്ള, നമുക്കറിയാം ട്രൈബൽ വാർ എന്നത് അങ്ങനെ പരമ്പരാഗതമായ ട്രഡീഷണൽ ബാറ്റിൽ വേയ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ അവനെ കല്ലെറിഞ്ഞ് മുറിവേൽപ്പിച്ചിട്ട് അവനെങ്ങനെ ഗ്രൗണ്ടിൽ കിടപ്പുണ്ട് എന്ന ഒരു ന്യൂസാണ് കിട്ടിയിട്ടുള്ളത്. അതാണ് പറഞ്ഞത് ഹിയർ ഈസ് സാക്കിർ ഹേൾഡ് ഇൻ ടു ദ ഗ്രൗണ്ട് സ്കേർട്ടഡ് ബൈ സ്റ്റോൺസ്. ഗോ ദെൻ ടു ഗോഡ്സ് കെയർ. അപ്പോൾ ഇവരിവിടെ വിഷയിക്കാണ്. ദെൻ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നീ കിടക്കുന്നതെങ്കിൽ ഗോ ദെൻ ടു ഗോഡ്സ് കെയർ, നീ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകൂ. ബിക്കോസ് ദർ ഈസ് നോബഡി ടു കെയർ യു. നിന്നെ ശ്രദ്ധിക്കാൻ ഇവിടെ ആരുമില്ല. സോ യു ക്യാൻ ഗോ ടു ഗോഡ്സ് കെയർ, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ, മരിക്കുന്നതാണ് നല്ലത്. ആൻഡ് യു, ഇനി നിൻ്റെ പ്രത്യേകത എന്താ? സാക്കിറിൻ്റെ പ്രത്യേകത എന്താണ്? ഹൂസ് ഹാർട്ട് ക്യുക്കൻഡ് അറ്റ് എ റോങ്. ഹൂസ് ഹാർട്ട്, അവൻ്റെ ഹൃദയം എപ്പോഴും എന്താണ്? ക്യുക്കൻഡ് അറ്റ് എ റോങ്. ഹി ഈസ് ആങ്ഷ്യസ് ഓർ ഹി ഈസ് വറിയിങ് അബൌട്ട് റോങ് തിങ്സ്. എന്തൊരു അനീതി കണ്ടാലും അപ്പോഴും പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുള്ളവനാണ് സാക്കിർ. സോ അങ്ങനെയുള്ള അവന് ഇങ്ങനെ മുറിവ് പറ്റിക്കിടക്കുകയാണ്. അങ്ങനെയുള്ള നിനക്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ടു ദ ഗോഡ്സ് പ്ലേസ്, ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നതാണ് നല്ലത്.
ഇനി എന്താ മറ്റൊരു പ്രത്യേകത? യു ലൈക്ക് ദ സ്പിയർ ടിപ്പ്. നീ ആരാണ്? യു ലൈക്ക് ദ സ്പിയർ ടിപ്പ്. കുന്തം മുന പോലെയാണ്, കുന്തത്തിന്റെ കൂർത്ത മുന പോലെയാണ് നീ, അത്രത്തോളം ഷാർപ്പാണ്. യു ആർ ഷാർപ്പ് അറ്റ് റോങ് തിങ്സ്. റോങ് തിങ്സിന് പ്രതികരിക്കുന്ന. യു ആർ വെരി സ്പീഡിലി റെസ്പോണ്ടിങ് അറ്റ് റോങ് തിങ്സ്. അങ്ങനെ തെറ്റായ കാര്യങ്ങൾക്ക് വേഗം പ്രതികരിക്കുന്ന ഒരുത്തനാണ് നീ. ഇവിടെ നമുക്ക് സിമിലി എന്ന ഫിഗർ ഓഫ് സ്പീച്ച് കാണാൻ സാധിക്കും. യു ലൈക്ക് ദ സ്പിയർ ടിപ്പ് എന്നുള്ള ഭാഗത്ത്. ആൻഡ് ഹൂസ് ബ്രൈറ്റ് ലൈറ്റ് ലിറ്റ് ദ നൈറ്റ്. ഈ സ്പിയർ ടിപ്പ്, ആ കുന്തമുന ബ്രൈറ്റ്, വളരെ വെളിച്ചമുള്ളതാണ്, അല്ലെങ്കിൽ പ്രകാശം ജ്വലിപ്പിക്കുന്ന, ജ്വലനം കാണാം, അതിൻ്റെ റിഫ്ലക്ഷൻ കാണാം. എപ്പോഴാണ്? ബ്രൈറ്റ് ഷേപ്പ് ലിറ്റ് ദ നൈറ്റ്. രാത്രിയിലെ ഇരുട്ടിൽ പോലും ആ കുന്തമുന തിളങ്ങുന്നത് കാണാം. അത്രത്തോളം ഷാർപ്പാണ് കുന്തത്തിൻ്റെ കൂർത്ത ഭാഗം, അത്രത്തോളം ഷാർപ്പാണ് സാക്കിറും. അത്രത്തോളം കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത്. അതായത് അത്രയും ഷാർപ്പായിട്ടുള്ള സാക്കിർ. യു bitterly resolved, you decided to revenge or avenge on the death or the murder of his father and brothers. ആ ഷാർപ്പിൽ, അല്ലെങ്കിൽ ആ ഒരു ബോധത്തിൽ നിന്നാണ് അവൻ പ്രതികാരത്തിന് പോയത്. ആൻഡ് ഫ്രീ ബോൺ, ഹി ഈസ് ഫ്രീ ബോൺ മീൻസ് ഹി ഈസ് ഇൻഡിപെൻഡൻറ്റ്. ആൻഡ് ദ സൺ ഓഫ് ദ ഫ്രീ. സൺ ഓഫ് ദ ഫ്രീ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹി ഈസ് എ ട്രൈബൽ പേഴ്സൺ. കാരണം ഫോറസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളാണ്, ട്രൈബലാണ്. ആൻഡ് ദേ ആർ ഫ്രീ, ദർ ആർ നോ മാസ്റ്റേഴ്സ് ഫോർ ദം. അവർക്ക് പ്രത്യേകിച്ച് യജമാനന്മാരൊന്നുമില്ല, അവർ കാടിൻ്റെ മക്കളാണ്, അവർ ഫ്രീ ആണ്. അതാണ് ഇവിടെ പറയുന്നത്. യു ആർ ദ സൺ ഓഫ് ദ ഫ്രീ, ഗോ ഐ വിൽ വീപ്പ് ഫോർ യു. നീ പൊയ്ക്കോളൂ. എവിടെയാണ് പോകാൻ പറഞ്ഞത്? യു വിൽ ഡയറക്ട്ലി ഗോ ടു ഗോഡ്സ് കെയർ. ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുക. അതായത് ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ. മരണത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. ആൻഡ് ഐ വിൽ വീപ്പ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി വിലപിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ആൻ എലിജി, വിലാപകാവ്യമാണ്. ആൻഡ് ഐ വിൽ വീപ്പ് ഫോർ യു. എപ്പോഴാണ്? സോ ലോങ് ആസ് ദ റിംഗ് ഡോവ് വെയിൽസ്. റിംഗ് ഡോവ് മീൻസ് കഴുത്തിന് ചുറ്റും പ്രത്യേക കളറുള്ള പ്രാവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ബ്രൗണിഷ് കളറുള്ള പ്രാവ്, സാധാരണ നമ്മൾ കാണുന്ന പ്രാവ്, വെള്ളപ്രാവല്ല, അല്ലാതെ ബ്രൗൺ ആയിട്ടുള്ള ആ പ്രാവിൻ്റെ കഴുത്തിന് ചുറ്റും വേറെ കളറാണ്. അങ്ങനെയുള്ള പ്രാവിൻ്റെ വെയിലിംഗ് സൗണ്ട്, കുറുകൽ പോലെ, പ്രാവിൻ്റെ കുറുകൽ, ആ ഒരു കരച്ചിൽ പോലെയുള്ള ശബ്ദം, ദുഃഖമയമായ ശബ്ദം ഉള്ളതുപോലെ, അത് എത്ര കാലം ഉണ്ടോ അത്രത്തോളം കാലം ഞാൻ വിലപിക്കും. അതായത് ഈ പ്രാവുകൾ നമ്മുടെ ലോകാവസാനം വരെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അത്രത്തോളം കാലം, അതായത് എൻ്റെ മരണം വരെ ഞാൻ നിനക്ക് വേണ്ടി വിലപിക്കും. ആൻഡ് സ്റ്റാർസ് ബ്രൈറ്റൻ ദ റോഡ് ഫോർ ദ ട്രാവലേഴ്സ്. ഏത് കാലം വരെ? ദ സ്റ്റാർസ് ബ്രൈറ്റൻ ദ റോഡ് ഫോർ ദ ട്രാവലേഴ്സ്. യാത്രക്കാർക്ക് വേണ്ടി, വഴിയാത്രക്കാർക്ക് വേണ്ടി നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ. നക്ഷത്രങ്ങളും എല്ലാ കാലവും ഉണ്ടാകും, മനുഷ്യൻ്റെ അവസാനം വരെയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ ഈ വഴിയാത്രക്കാർക്ക് വേണ്ടി നക്ഷത്രങ്ങൾ ജ്വലിക്കുന്നത് പോലെ പ്രാവിൻ്റെ കുറുകൽ ഉള്ളിടത്തോളം കാലം ഞാൻ നിനക്ക് വേണ്ടി വിലപിക്കും. ആൻഡ് ഐ വിൽ നോട്ട് മേക്ക് പീസ് വിത്ത് എ പീപ്പിൾ യു വെയർ അറ്റ് വോർ വിത്ത്. ഇനി എന്ത് ചെയ്യില്ല? ഐ വിൽ നോട്ട് മേക്ക് പീസ് വിത്ത്, ഐ വിൽ നെവർ കോംപ്രമൈസ് വിത്ത് ദ പീപ്പിൾ. ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. ആരോടാണ്? വിത്ത് ദ പീപ്പിൾ യു വെയർ അറ്റ് വോർ വിത്ത്. നീ ആരോടാണോ യുദ്ധം നയിച്ചത് ആ ജനതയോട് ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. നേരത്തെ പറഞ്ഞിരുന്നു, വാർ ഫൈറ്റാണ്, അല്ലെങ്കിൽ ട്രൈബൽ വാറാണ്. ആ വാറിൽ നീ ആരോടാണോ യുദ്ധം ചെയ്തത് അവരോട് ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. എപ്പോൾ വരെ? നോട്ട് ടിൽ ദ ഗുഡ് ഹോഴ്സ് ബ്ലാക്ക് പോട്ട് വൈറ്റൻസ്. നോട്ട് ടിൽ, അന്ന് വരെ, എന്ന് വരെ. ദ ഗുഡ് ഹോസ്റ്റ്, ഗുഡ് ഹോസ്റ്റ് മീൻസ് നല്ല ആതിഥേയൻ്റെ, ബ്ലാക്ക് പോട്ട് വൈറ്റൻസ്, ആ ശൂന്യമായ അയാളുടെ സമ്പാദ്യം നിറയുന്നത് വരെ. അത് ഇമ്പോസിബിളായ കാര്യമാണ്. പക്ഷെ ഇമ്പോസിബിൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും അത്ര എളുപ്പമല്ല. ഒരാൾക്ക് നിധിയെങ്ങാനും കിട്ടണം, അല്ലെങ്കിൽ ലോട്ടറി അടിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രമാണ് പെട്ടെന്നൊരു പാവപ്പെട്ടവൻ പണക്കാരനാവുള്ളൂ. അപ്പോൾ അതേപോലെ ഒരു നല്ല ആതിഥേയൻ്റെ സമ്പന്നത ഉണ്ടാകുന്നത് വരെ ഞാൻ അവരോട് കോംപ്രമൈസ് ചെയ്യില്ല. നിന്നെ യുദ്ധത്തിൽ മുറിവേൽപ്പിച്ചവരോട് ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. ദ പോയറ്റ് യൂസ്ഡ് എ ലോട്ട് ഓഫ് തീംസ് ഇൻ ദിസ് പോം. ഈ കവിതയിൽ നമുക്ക് ധാരാളം തീംസ് കാണാൻ സാധിക്കും. ഗ്രീഫ് ആൻഡ് മോർണിംഗ്.
ദുഃഖവും അതിലെ വിലാപവും. സാക്കിർ എന്ന സഹോദരന് വേണ്ടിയുള്ള വിലാപമാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ദെൻ ഹീറോയിസം ആൻഡ് വാലർ, ഹീറോയിസം ആൻഡ് ആ ഒരു ബ്രേവ്നെസ്, സാക്കിറിൻ്റെ തന്നെ ആ ഒരു ഹീറോയിസം ഒക്കെ കാണാം. ദെൻ ലവ് ആൻഡ് ലോയൽറ്റി, സ്നേഹവും വിധേയത്വവും. ദെൻ റെസീലിയൻസ് ആൻഡ് എൻഡ്യൂറൻസ്, സഹനശേഷി, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഫാമിലി ബോണ്ടേജ്, കുടുംബ ബന്ധം, അതിൻ്റെ തീവ്രതയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ദെൻ ദ ലിറ്റററി ടെക്നിക്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ പോം, ഈ കവിതയിൽ എന്തൊക്കെയാണ് ലിറ്റററി ടെക്നിക്സ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അലിറ്ററേഷൻ, റാപ്ഡ് ഇൻ റാഗ്ഡ് റോബ്സ്, അതിൽ അലിറ്ററേഷൻ കാണാൻ സാധിക്കും. ദ നെക്സ്റ്റ് വൺ ഈസ് ഇമേജറി, കോൾ ബ്ലാക്കൻഡ് ഐസ്, ഐസ് വിത്ത് കോൾ ബ്ലാക്കൻഡ് റോബ്സ്, അവിടെ നമുക്ക് ഇമേജറി കാണാൻ സാധിക്കും. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് സിമിലി, സിമിലി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആസ് റിംഗ് ഓഫ് വെയിൽസ് ലൈക്ക് ദ സ്പിയർ ടിപ്സ്, അതും സിമിലിയാണ്. സിമിലി ഇറ്റ്സ് എ കമ്പാരിസൺ ബൈ യൂസിങ് ദ വേർഡ്സ് ആസ് ഓർ ലൈക്ക്. പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ട് കമ്പാരിസൺ ആസ് ഓർ ലൈക്ക് ഉപയോഗിച്ച് രണ്ട് കമ്പാരിസൺ നടത്തുന്നതിനെയാണ് സിമിലി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സിംബലിസം, നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊന്നാണ് സിംബൽ, പ്രതീകം. ഹിയർ ദ സ്റ്റാർസ് ദാറ്റ് ബ്രൈറ്റൻ ദ ട്രാവലേഴ്സ്, ദ റോഡ്സ് ഫോർ ദ ട്രാവലേഴ്സ് എന്നുള്ള വരിയിൽ ദ സ്റ്റാർസ് ആർ റെപ്രസെൻറ്റിങ് ദ ലൈറ്റ് ഓർ ദ പാത്ത് വേ, ആ ഒരു ലീഡിങ് ലൈറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റാർ, അതായത് യാത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ വഴി കാണിച്ചു കൊടുക്കുന്ന ലീഡിങ് ലൈറ്റ്, അതാണ് ഇവിടെ സ്റ്റാർ എന്ന സിംബൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അനാഫറ. Anaphora is the repetition of some words in the poem. Here in the poem we can see the repetition of you. സാക്കിറിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് യു എന്ന വാക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് മെറ്റാഫോർ. മെറ്റാഫോർ ഇസ് ദി ഇൻഡയറക്റ്റ് കമ്പാരിസൺ. ഹിയർ യു ലൈക്ക് ദ സ്പിയർ ടിപ്പ്, അവിടെ നമുക്ക് സിമിലിയാണ് കാണാൻ സാധിക്കുന്നത്. അതിന് ശേഷമുള്ള ലൈനിൽ ഹൂസ് ബ്രൈറ്റ് ഷേപ്പ് ലിറ്റ് ദ ലൈറ്റ്, ഹിയർ വി ക്യാൻ സി മെറ്റാഫോർ. ഇത്രയുമാണ് ഈ കവിതയിൽ പ്രധാനപ്പെട്ട ഐഡിയ. ഇതിൽ ചോദിക്കുന്ന സ്ഥിരം ചോദ്യം എക്സ്പ്ലെയിൻ ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പോം. ദെൻ പിന്നീട് ചോദിക്കാവുന്ന വാട്ട് ആർ ദി മെയിൻ തീംസ് ഇൻ ദ പോം. പിന്നീട് വാട്ട് ആർ ദി റീസൺസ് ഫോർ സാക്കിർസ് ഗോയിങ് ഫോർ ദ വാർ, അയാൾ സാക്കിർ ട്രൈബൽ വാറിന് പോകാനുള്ള കാരണങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്. പിന്നീട് ചോദിക്കാവുന്നത് വാട്ട് ആർ ദ ലിറ്റററി ടെക്നിക്സ് യൂസ്ഡ് ഇൻ ദ പോം. These are the main points. Hope you enjoyed it. Thank you.